നമസ്കാരം. വൻശക്തികളെ മുട്ടുകുത്തിക്കുവാൻ ഇറാൻ. ലോകം ഇറാന്റെ വഴിയിൽ ആഗോള ശക്തിയായി ഇറാൻ വളർന്നിരിക്കുന്നു. ഇനി ലോകം ഇറാന്റെ വഴിയിലാണോ യാത്ര ചെയ്യുന്നത്? ഒട്ടുനീക്കത്തിൽ തകരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയാണോ? വൻശക്തികളെ മുട്ടുകുത്തിക്കുവാൻ ഇറാൻ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അതെന്താണ്? മിഡിൽ ഈസ്റ്റ് എന്നും ലോകരാഷ്ട്രീയത്തിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ചെസ് ബോർഡാണ്. ഒരു നീക്കം തെറ്റിയാൽ അതൊരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമാകില്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയും സുരക്ഷാ ബന്ധങ്ങളും തന്നെ തകർന്നു പോകുന്ന തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ചെസ് ബോർഡിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഇറാനാണ്. ഇറാൻ വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല യൂറോപ്പിലും ഏഷ്യയിലും വരെ ആശങ്കയുടെ ചൂടുയരുകയാണ് എന്നുള്ളതാണ്. ഇറാന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള അഥവാ പാശ്ചാത്യ ലോകത്തിന്റെ കണ്ണിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ആയുധം അത് നിർമ്മാണം പൂർത്തിയാകുന്നതായിട്ടുള്ള സൂചനകൾ നൽകുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി ഉപരോധങ്ങളും ഭീഷണികളും നേരിട്ട ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ സ്വന്തം പ്രതിരോധ ശക്തി ശക്തിപ്പെടുത്തുകയും സൈനിക സജ്ജീകരണം അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഇറാന്റെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. അതേസമയം ഇറാൻ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അമേരിക്കയും ഇസ്രായേലും കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സ്വതന്ത്ര ശക്തികളെ സ്വാതന്ത്ര്യമാക്കാനുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ സ്വതന്ത്ര ശക്തികളെ നിയന്ത്രിക്കുവാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിനെ സമാധാനപരമായി നിലനിർത്തുവാനുള്ള ശ്രമങ്ങൾ കൂടുതൽ പ്രയാസകരമാവുകയാണ് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ നേതാക്കൾ ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. കാരണം ഇവിടെ ഒരൊറ്റ വിഷയമല്ല, പല തലങ്ങളിലുള്ള രാഷ്ട്രീയവും സുരക്ഷാ കണക്കുകൂട്ടലുകളും ഇടകലർന്നിരിക്കുന്നു എന്ന് പറയാം. ഇറാന്റെ ആണവ പദ്ധതി, ബാലിസ്റ്റിക് മിസൈൽ വികസനം, ഹോർമുസ് കടലിടുക്കിലെ സൈനിക സാന്നിധ്യം, അമേരിക്കയുടെ നാവിക വിന്യാസം, ഇവയെല്ലാം ചേർന്നാണ് ഇപ്പോൾ ഒരു പുതിയ പ്രതിസന്ധി രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രസ്താവന വന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയിൽ നിന്നാണ്. അമേരിക്കയും ഇറാനും ആണവ ചർച്ചകൾ പുനരാരംഭിച്ച സാഹചര്യത്തിൽ ഇറാന്റെ ആണവ പദ്ധതി തിരിച്ചുവരവില്ലാത്ത അവസ്ഥയിലേക്ക് കടക്കുകയാണ് എന്നുള്ള മുന്നറിയിപ്പ് അദ്ദേഹം നൽകി. അത് ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയോടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഒരു അന്താരാഷ്ട്ര മേൽനോട്ട ഏജൻസിയുടെ തലവൻ ഇത്തരമൊരു വാക്കുപയോഗിക്കുന്ന സാധാരണ മുന്നറിയിപ്പല്ല, അത് ലോകത്തെ പ്രധാന ശക്തികൾക്ക് നേരിട്ട് നൽകിയ ഒരു അടിയന്തര സൂചനയാണ്. അപ്പോൾ ഇറാൻ ആണവ പരിധികൾ ലംഘിക്കുവാനുള്ള ഏറ്റവും വലിയ ശ്രമവും ഏതൊരു ശ്രമവും നടത്തിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നും അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്നും അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളടക്കം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും തങ്ങളുടെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് എന്നും വൈദ്യുതി ഉൽപാദനം പോലുള്ള മേഖലകളിലേക്കാണ് ഇവ അല്ലെങ്കിൽ ഈ പദ്ധതി എന്ന് പറയപ്പെടുന്ന ലക്ഷ്യമിടുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ ഒരു വാദം ആവർത്തിക്കുന്നുണ്ട്. ലോകശക്തികൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന്. അപ്പോൾ ഇറാന്റെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളാണ് ഈ പ്രതിസന്ധിയുടെ പ്രധാന ഹൃദയം. കാരണം യുറേനിയം സമ്പുഷ്ടീകരണം ഒരു രാജ്യത്തിന് ആണവോർജ്ജ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയ പ്രക്രിയ ആയിരിക്കുമ്പോഴും അതിന് തോതും നിയന്ത്രണവും കൂടുതൽ ആണവായുധ ശേഷിയിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയും ഉയരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ IAEA പോലുള്ള കൂടുതൽ പരിശോധനകൾ അനുവദിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുന്നതും അതുകൊണ്ടാണ്. വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട്. അപ്പോൾ ഇത് സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ സ്വന്തം സുരക്ഷയും താല്പര്യങ്ങളും സംരക്ഷിക്കുവാൻ ഇറാനുള്ള അവകാശത്തെ സുതാര്യതയുടെ കുറവ് എന്ന് വിശേഷിപ്പിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പാണ്. മുൻപ് ഒപ്പിട്ട കരാറുകളിൽ നിന്ന് അമേരിക്ക ഏകദേശം ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രം നിലനിൽക്കെ വീണ്ടും തങ്ങളുടെ തുറന്ന തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ വിദേശ പരിശോധനയ്ക്കായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആത്മഹത്യാപരമാണ് എന്ന് ഇറാൻ തിരിച്ചറിയുന്നു. ഇതിനെ വിദേശ അധിനിവേശങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ ദേശീയ സുരക്ഷ എന്ന ചുവപ്പ് രേഖയ്ക്ക് അപ്പുറം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള ഇറാന്റെ പ്രഖ്യാപനം അവരുടെ ആത്മവിശ്വാസത്തിന്റെ അളവാണ്, അടയാളപ്പെടുത്തലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ സൈനിക രംഗത്തും ഇറാൻ ശക്തമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവിയുടെ യൂണിറ്റുകളെ ഉൾപ്പെടുത്തി നടത്തിയ വലിയ സൈനികാഭ്യാസം അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റിയെന്നുള്ളതാണ്. അപ്പൊ ഈ അഭ്യാസത്തിലെ വിമാന വിരുദ്ധ സംവിധാനങ്ങളും മിസൈൽ പ്രതിരോധ നടപടികളും ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇവിടെ IRGC നാവികസേനയുടെ കേന്ദ്ര പങ്കോടെയും IRGC കമാൻഡർ മേജർ ജനറൽ മുഹമ്മദ് പക്പൂറിന്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും
ഫീൽഡ് നിരീക്ഷണത്തിലുമാണ് സംയോജിതവും ഒപ്പം തന്നെ തത്സമയം ലക്ഷ്യമിട്ടുള്ളതുമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിന്റെ സ്മാർട്ട് നിയന്ത്രണം എന്ന ആഭ്യന്തര അഭ്യാസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ IRGC നാവികസേനയുടെ യൂണിറ്റുകളുടെ പ്രവർത്തന സന്നദ്ധത വിലയിരുത്തുക, ഹോർമൂസ് കടലിടുക്കിൽ സാധ്യതയുള്ള സുരക്ഷാ സൈനിക നടപടികൾ, ആ നടപടികൾക്കുള്ള പിന്തുണ പദ്ധതികൾ, അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് അവലോകനം ചെയ്യുക, പേർഷ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ഇറാന്റെ ഭൗമരാഷ്ട്രീയ നേട്ടങ്ങൾ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുക എന്നിവയാണ് യുദ്ധാഭ്യാസത്തിന്റെ ഗൂഢാലോചനകൾക്കെതിരെയുള്ള IRGCയുടെ പ്രവർത്തന മേഖലകൾ അല്ലെങ്കിൽ പ്രവർത്തന സേനയുടെ ദ്രുതവും നിർണായകവും സമഗ്രവുമായിട്ടുള്ള പ്രതികരണം യുദ്ധാഭ്യാസത്തിന് പങ്കെടുക്കുന്ന യൂണിറ്റുകളുടെ ഇന്റലിജൻസ് പ്രവർത്തന പരിശീലനങ്ങളുടെ കാതലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഹോർമുസ് കടലിടുക്ക് ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിലൊന്നാണ്. ഇവിടെ ഒരു ചെറിയ സംഘർഷം പോലും ഉണ്ടായാൽ ആഗോള എണ്ണയിൽ ഉയരുകയും ഒപ്പം തന്നെ ലോക സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഇറാൻ ഈ മേഖലയിൽ സൈനിക അഭ്യാസം നടത്തുന്നത് ഒരു പ്രതിരോധ പരിശീലനം മാത്രമല്ല, വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് അവർ നൽകുന്നത് എന്നതാണ്. ഇറാന്റെ നീക്കങ്ങൾക്ക് മറുപടിയായിട്ട് അമേരിക്കയും തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു. ഒരു വിമാനവാഹിനി കപ്പലും അനുബന്ധ യുദ്ധക്കപ്പലുകളും മേഖലയിലേക്ക് അയച്ച അമേരിക്ക ഇറാൻ ഏതെങ്കിലും വിധത്തിൽ ശത്രുതാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ ശക്തമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതികരണം എന്ന നിലപാടിൽ തന്നെയാണ് അവർ എത്തിച്ചിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ചർച്ചകൾ നടത്തുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ആ ചർച്ചകൾക്ക് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർബന്ധന അല്ലെങ്കിൽ അതിനുള്ള പ്രധാന നിബന്ധന എന്ന് പറയപ്പെടുന്നത് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയാണ്. എന്നാൽ ഇറാൻ അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. അപ്പോൾ ഈ വിഷയം ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധം വീണ്ടും സ്തംഭിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിച്ചുവെങ്കിലും അതിന്റെ ഭാവി എന്ന് പറയപ്പെടുന്ന അനിശ്ചിതത്വമാണ്. ഇറാൻ പോലെ ഇറാൻ നിയന്ത്രണത്തിനോട് അല്ലെങ്കിൽ ഇറാന്റെ നയതന്ത്രത്തിനോട് പ്രതിബദ്ധരാണ്. എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ച് ചർച്ച നടത്തില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞതോടെ ചർച്ചകൾക്കും പരിധി വളരെ ചുരുങ്ങിയതായി മാറുന്നു. അതായത് ചർച്ചകൾ നടക്കുന്നു എന്നതുകൊണ്ട് മാത്രം സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നതോടെ സംഘർഷ സാധ്യത ഉയരുകയാണ് എന്ന് പറയാം. അപ്പോൾ ഇതോടൊപ്പം ഇറാൻ പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അമീർ ഖത്താമി നൽകിയ മുന്നറിയിപ്പും സ്ഥിതി കൂടുതൽ കടുപ്പമാക്കിയിട്ടുണ്ട്. അതായത് ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നും എന്നാൽ തങ്ങളുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും അവർ പറയുന്നുണ്ട്. സൈനിക നടപടി സ്വീകരിക്കരുത് എന്ന് അമേരിക്കയോടും മറ്റ് പ്രാദേശിക രാജ്യങ്ങളോടും ഇറാൻ ഉപദേശിക്കുന്നതിലൂടെ ഇവിടെ സമ്മർദ്ദം വർദ്ധിച്ചാൽ പ്രതികരണം ഉണ്ടാകുമെന്ന സന്ദേശമാണ് പലപ്പോഴും ഈ വാക്കുകൾ മാത്രം ഒതുങ്ങാതെ പ്രവർത്തനങ്ങളിലേക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ലോകത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ലോകം ഉറ്റുനോക്കുന്ന ഇറാന്റെ അടുത്ത നീക്കങ്ങളിലേക്കാണ്. തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇറാൻ കാട്ടുന്ന ഉറച്ച നിലപാട് പാശ്ചാത്യ ശക്തികളെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുകയാണ്. ആണവ ഗവേഷണ രംഗത്ത് സ്വന്തം അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ അതോ ഇറാന്റെ പരമാധികാരം പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന തുല്യനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയ നയതന്ത്രം, ആ നയതന്ത്ര കരാറിലേക്ക് ലോകശക്തികളെ എത്തിക്കുവാനോ എന്നതാണ് ഇറാന്റെ മുന്നിലുള്ള ലക്ഷ്യം. അപ്പോൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ മാന്യമായിട്ടുള്ള ഒരു ഉടമ്പടിക്ക് തയ്യാറാകാൻ ലോകത്തെ നിർബന്ധിതമാക്കുന്ന ഇറാന്റെ ഈ തന്ത്രപരമായിട്ടുള്ള കരുത്ത് മിഡിൽ ഈസ്റ്റിലെ പുതിയ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ഇറാൻ സൈനിക അഭ്യാസങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചെറിയൊരു തെറ്റായ കണക്കുകൂട്ടൽ പോലും വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിലെ ഒരു ചെറിയ സംഘർഷം പോലും ലോക സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുന്ന പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ചുരുക്കത്തിൽ ഇറാന്റെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ആയുധം എന്ന വാർത്തകൾ വലിയ തലക്കെട്ടായി മാറുമ്പോൾ അത് വെറും ഒരു രാജ്യത്തിന്റെ സൈനിക നേട്ടം എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ ഒരു പുതിയ സംഘർഷ ഭീതിയിലേക്ക് തള്ളുന്ന ഘടകമായാണ് മാറുന്നത്. ഭാവി എന്താകുമെന്ന് കാലം തെളിയിക്കും. എന്നാൽ ഒരു യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിലുണ്ട്. അധിനിവേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഇറാന്റെ ഓരോ ചുവടുവെപ്പും ലോകക്രമത്തെ തന്നെ മാറ്റി എഴുതാൻ പോന്നതാണ് എന്ന്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ചലനങ്ങളെല്ലാം മറിച്ച് ആഗോള അധികാര സമവാക്യങ്ങളുടെ ഗതി നിശ്ചയിക്കുവാനുള്ള ശേഷി ഇന്ന് ഇറാന്റെ കൈകളിലുണ്ട് എന്ന് പറയപ്പെടുന്നത്. ലോകം ഇന്ന് ഇറാനെ ഉറ്റുനോക്കുന്നത് കേവലം ഒരു രാജ്യമെന്ന നിലയിലല്ല, മറിച്ച് അടിച്ചമർത്തലുകൾക്കെതിരെ തലയുയർത്തി നിൽക്കുന്ന ലോകരാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റാൻ കരുത്തുള്ള ഒരു ആഗോള ശക്തി എന്ന നിലയിലാണ് ഇറാനെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വൻ ശക്തികളെ അങ്ങനെ മുട്ടുകുത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇറാൻ കുതിക്കുമ്പോൾ ലോകം ഇറാന്റെ വഴിയിലേക്ക് എത്തപ്പെടുന്നു. ഇറാൻ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ആഗോള ശക്തിയായിട്ട് തീരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.